സൗത്തിൽ പ്രവർത്തിച്ച അനാശാസ്യ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ എത്തിച്ചത് ലഹരി നൽകിയെന്ന് പോലീസ്. പിടിയിലായ പ്രതി അക്ബർ അലി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. പോലീസ് റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ 6 പെൺകുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് പിടിയിലായത്. അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് കേന്ദ്രത്തിൽ എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ പ്രതി സമ്പാദിച്ചത് ലക്ഷങ്ങളാണെന്നും പോലീസ് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വിവരമുണ്ട്. കൊച്ചി നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും IT പ്രൊഫഷണലുകളും റാക്കറ്റിൽ കുടുങ്ങിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വിശദമായ അന്വേഷണത്തിനു ശേഷം പോക്സോ കേസ് അടക്കമുള്ളവ ചുമത്തിയേക്കും. എളമക്കര കടവന്ത്ര പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലായിരുന്നു സംഘം കുടുങ്ങിയത്. മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളുടെ മറവിലായിരുന്നു റാക്കറ്റിന്റെ പ്രവർത്തനം. ഇടപ്പള്ളിയിൽ ഈ വിധം അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എളമക്കര പോലീസിന് ലഭിച്ച വിവരമാണ് നിർണായകമായത്. പരിശോധനയിൽ അക്ബർ അലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ സമയം ഇവിടെ സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം മറ്റൊരു ബ്രാഞ്ച് ഉണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നത്. വൈകിട്ട് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവരെയും കണ്ടെത്തിയത്. സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക. മലയാളിയായ സ്ത്രീകളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ നമ്പർ നൽകിയായിരുന്നു പ്രവർത്തനം. ന്യൂസ് 18 കൊച്ചി.